തിരുവനന്തപുരം നഗരസഭയ്ക്ക് കീഴിലുള്ള മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ തീപിടുത്തം. കുളത്തൂർ ആറ്റിപ്ര സോണൽ ഓഫീസിന് പുറകിലുള്ള മാലിന്യ സംഭരണശാലയിലാണ് ഇന്നലെ രാത്രിയോടെ തീപിടുത്തമുണ്ടായത്. കോർപ്പറേഷൻ അധികൃതരുടെ അനാസ്ഥയാണ് ഇതിന് കാരണമെന്ന് പ്രധാന വിമർശനം. നഗരസഭയ്ക്ക് കീഴിലെ 4 വാർഡുകളിലെ മാലിന്യങ്ങൾ സംഭരിക്കുന്ന കേന്ദ്രത്തിലാണ് തീപിടുത്തമുണ്ടായത്. പുലർച്ചെ 4 മണിയോടെയാണ് തീ പടർന്നതെന്നാണ് നിഗമനം. കഴക്കൂട്ടം ഫയർ സ്റ്റേഷനിൽ നിന്ന് 4 യൂണിറ്റും 20 ജീവനക്കാരും മണിക്കൂറുകളെടുത്താണ് രാവിലെ തീ നിയന്ത്രണ വിധേയമാക്കിയത്. 4 മണിക്കാണ് നമുക്ക് പുലർച്ചെ 4 മണിക്കാണ് സ്റ്റേഷനിലേക്ക് ഇങ്ങനെ തീപിടുത്തത്തിന്റെ വിവരം കിട്ടുന്നത്. അപ്പോഴത്തന്നെ നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് ഇവിടെ എത്തി. പിന്നീട് വീണ്ടും രണ്ടാമത്തെ യൂണിറ്റ് സ്റ്റേഷൻ കഴക്കൂട്ടം സ്റ്റേഷനിൽ തന്നെ വരികയും ചാക്കയിൽ നിന്ന് വീണ്ടും 2 യൂണിറ്റും കൂടെ വിളിച്ച് ടോട്ടൽ 4 യൂണിറ്റാണ് നമ്മളവിടെ പ്രവർത്തിച്ചത്. 4 യൂണിറ്റ് വണ്ടിയും 20 ജീവനക്കാരെ നമുക്കിവിടെ ഉണ്ടായിരുന്നു. കേന്ദ്രത്തിൽ കൃത്യമായ മാലിന്യ സംസ്കരണം നടക്കുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഒരു സെക്യൂരിറ്റി ഗാർഡ് പോലും ഇല്ലാതെയാണ് സംഭരണ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. ഇതിനൊരു ഉത്തരവാദിത്തമില്ലാത്ത രീതിയിലാണ് ഈ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാര്യം ഈ സാധനം ഇവിടെ കൊണ്ടുവരുന്നു, ഇവിടെ വെക്കുന്നു, ഇത് എങ്ങോട്ട് കൊണ്ടുപോകുന്നു, ഈ വാഹനങ്ങൾ എങ്ങോട്ട് പോകുന്നെന്ന് ആർക്കും അറിയാൻ പറ്റുന്നില്ല. ഇന്ന് രാവിലെ വെളുപ്പംകാലത്താണ് ഈ നാട്ടുകാരെ ടെക്നോ പാർക്കിലുള്ള 3:55 ആൾക്കാർ കണ്ടിട്ടാണ് ഇത്രയും വലിയൊരു സംഭവം ഇത് കത്തിയിരിക്കുന്നത്. ഞങ്ങൾക്കറിയാൻ പറ്റുന്ന ഇതിൻ്റെ ബാക്കിൽ കുറേ തടികൾ, ഒരു കാര്യമില്ലാതെ കുറേ വിറക് കഷ്ണങ്ങൾ അതിൻ്റെ ബാക്കിൽ ഉണ്ടായിരുന്നിട്ടുണ്ട്. അതിലുമാണ് തീ പിടിച്ചിരിക്കുന്നത്. ഇതൊരു വൻ ദുരന്തമാണ് നടന്നേക്കുന്നത്. ഇത് തികച്ചും ഈ കോർപ്പറേഷൻ്റെ അനാസ്ഥയാണ്. ഇതിനകത്ത് ചോദിക്കാനും പറയാൻ ആളില്ല. മെയിനായിട്ട് പറഞ്ഞാൽ ഇത്രയും വലിയൊരു സംരംഭം ഇവിടെ നടക്കുമ്പോൾ ഒരു സെക്യൂരിറ്റി ഇവിടെ ഇല്ല എന്നുള്ളത് വളരെ നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തുന്നു. ഒരു സെക്യൂരിറ്റി ഇല്ല, എന്ത് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ചെയ്യാം. എങ്ങനെയാണ് തീപിടുത്തമുണ്ടായത് എന്നറിയില്ല എന്നാണ് നഗരസഭയുടെ വിശദീകരണം. എന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് അറിയില്ല. ഒന്ന്, തീ കത്താൻ യാതൊരു സാഹചര്യമില്ല, ഇലക്ട്രിക് കണക്ഷൻ ഒന്നുമില്ല, ലൈറ്റൊന്നും ഇട്ടിട്ടില്ല, അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ല. പിന്നെ താഴെ കത്തുന്നുണ്ടായിരുന്നു, ഈ ചവർ കൂന കത്തുന്നുണ്ടായിരുന്നു, അതിൻ്റെ ഉയരം അവിടെയും കത്തുന്നുണ്ടായിരുന്നു, ഇവിടെയും കത്തുന്നുണ്ടായിരുന്നു. എല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ കത്തുക എന്ന് പറഞ്ഞാൽ അസാധ്യമായൊരു കാര്യമാണ്. തീപിടുത്തവുമായി ബന്ധപ്പെട്ട ദുരൂഹത നിലനിൽക്കുകയാണ്. അശാസ്ത്രീയമായ സംഭരണത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. ജനം, തിരുവനന്തപുരം.